പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. ഞാൻ അങ്ങനെ പലരെയും കാണാറുണ്ട്, സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ രൂപേഷേട്ടനെ അറിയിക്കണമെന്നുണ്ടോ? ഞാൻ എവിടെ പോയാലും മണം പിടിച്ച് പിന്നാലെ വരുന്നുണ്ടല്ലോ. എന്താ കാര്യം? നിങ്ങൾ എന്നെ മുറിയുന്നു മാത്രമല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത്? സർപ്പക്കാവിലും അമ്പലത്തിലും ഒക്കെ അന്ന് ഉസ്താദുമായി സംസാരിച്ചപ്പോഴും ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. പോസ്റ്റിന് പിന്നിൽ ഒളിച്ചു നിന്നാലേ ഈ പൊണ്ണത്തടി കണ്ട ആർക്കാ മനസ്സിലാവാത്തത്? പൊണ്ണത്തടിയെ മാത്രമല്ല, മണ്ടനും പൊട്ടനും ഒക്കെ അതിന് നിനക്കെന്ന് വേണം. എന്ത് വേണമെന്നോ? എന്നോട് സംസാരിച്ചതിനാണോ ഉസ്താദിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത്? ഉസ്താദ് വിളിച്ചു പറഞ്ഞു. ചോദ്യം ചെയ്യൽ അന്വേഷണമൊക്കെ IPS കാരുടെ പണിയല്ലേ? ഞാൻ ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്താ കാര്യം എന്ന് അറിയണമല്ലോ. അതെ, ഭാര്യ എവിടെയൊക്കെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ അതൊക്കെ അറിയേണ്ടതേ ഭർത്താവിന്റെ അവകാശം. ഭർത്താവിന്റെ അവകാശമായിരിക്കും ഭാര്യയുടെ തലയടിച്ച് പൊട്ടിക്കൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ദർശനയുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കൊരു ആഗ്രഹമില്ല. ഇവിടെ താമസിക്കുമ്പോ ദർശനയ്ക്ക് ഒന്നും പറ്റാതെ നോക്കേണ്ടതേ എന്റെ കടമയാ. എനിക്കങ്ങനെ ആരുടെയും കടമയോ സഹതാപമോ ആവശ്യമില്ല. ഞാൻ രൂപേഷേട്ടന്റെ പിന്നാലെ എങ്ങും വരുന്നില്ലല്ലോ. ഞാൻ ഉസ്താദിനെ കാണുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അമ്മയുടെ കാര്യത്തിനാ. അമ്മ എന്നെ ഈ മരുവത്തൂർ കുടുംബത്തിലെ മരുമോളായിട്ടല്ല, മോളായിട്ടാ സ്നേഹിച്ചത്.